പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥനയുടെ തത്സമയ ഫലത്തെക്കുറിച്ചും ലൂക്കാ സുവിശേഷം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു, സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. സ്വർഗം തുറക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവിടെ ഇറങ്ങി വരുന്നു, സ്വർഗീയമായ ഒരു പ്രവൃത്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ സംഭവിക്കുന്നു. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ. ഒരു ദൈവാരാധനയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയാണ്. ഈ സെക്ഷൻ നയിക്കുന്നത് ഷാലോമിൻ്റെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ശുശ്രൂഷ ചെയ്യുന്ന ബ്രദർ ബിജു ഡാനിയലാണ്. സഹോദരനോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്താം. Praise the Lord. Hallelujah. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സർവശക്തനായ ദൈവത്തെ നമ്മൾ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായി പോവുകയാണ്. അവൻ സ്തുതിക്ക് യോഗ്യനാണ്, ആരാധനകൾക്ക് അർഹൻ. സങ്കീർത്തനങ്ങൾ 66:4. ഭൂവാസികൾ മുഴുവൻ അവിടുത്തെ ആരാധിക്കുന്നു, അവർ അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു, അങ്ങയുടെ നാമത്തിന് സ്തോത്രം ആലപിക്കുന്നു. ഭൂവാസികൾ മുഴുവൻ ദൈവത്തെ ആരാധിക്കുന്നു, അവർ അവനെ പാടിപ്പുകഴ്ത്തുന്നു, അവിടുത്തെ നാമത്തിന് സ്തോത്രം ആലപിക്കുന്നു. ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കാം. സ്വയം ഹൃദയത്തിൽ കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ അങ്ങയെ ആരാധിക്കും, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, ഞാൻ അങ്ങയുടെ നാമത്തിന് സ്തോത്രം ആലപിക്കും. കർത്താവേ, അങ്ങയെ ആരാധിക്കുവാൻ അവിടെ തന്നെ ശക്തിപ്പെടുത്തണമേ, അങ്ങയെ സ്തുതിക്കുവാൻ അവിടെ തന്നെ ബലപ്പെടുത്തണമേ, അങ്ങയെ പുകഴ്ത്തുവാൻ അവിടെ തന്നെ അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവരെ, അടുത്തിരിക്കുന്ന ആളിന് കരങ്ങൾ കൊടുത്തുകൊണ്ട് പറയാം, ആത്മാർത്ഥമായി നന്നായി ഹൃദയം തുറന്ന് സ്തുതിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സ്തുതിക്കേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് നമുക്ക് പരസ്പരം ബോധ്യപ്പെടുത്താം. പരസ്പരം ആത്മാർത്ഥമായി നന്നായി ഹൃദയം തുറന്ന് സ്തുതിക്കണം. എല്ലാവരും പറഞ്ഞല്ലോ അല്ലേ? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 84:4. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇന്ന് ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടുവാനായിട്ട്, ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് നമ്മളെ മാത്രമാണ്. ഇന്ന് ഭവനങ്ങളിലായിരുന്നു കൊണ്ട് TV സ്ക്രീനിന് മുൻപിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് അനേകം പേരെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ലോകത്തിൽ 740 കോടിയോളം ജനങ്ങളുണ്ട്. ഈ രാത്രിയിൽ മീഡിയ കമ്മീഷനുകളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഒത്തിരിയേറെ ആൾക്കാർ കാണുന്ന പ്രോഗ്രാമാണ് ഷാലോം നൈറ്റ് വിജിൽ. ഷാലോം നൈറ്റ് വിജിൽ 40 ലക്ഷത്തോളം ജനങ്ങൾ കാണുന്നു. ലോക ജനസംഖ്യയെ കണക്ക് കൂട്ടുമ്പോൾ ചെറിയൊരു ജനസംഖ്യയാണിത്, എങ്കിലും അത് ലക്ഷങ്ങളാണ്. 40 ലക്ഷത്തോളം. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം തരാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിൽ ഈ രാത്രിയിൽ അനുഗ്രഹം പ്രാപിക്കുവാനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് ദുഃഖമുണ്ട്, നിനക്ക് രോഗമുണ്ട്, നീ നിരാശയിൽ അകപ്പെട്ടിട്ടുണ്ട്, ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയായിരിക്കും, കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വേദന നിനക്കുണ്ടായിരിക്കും, കടഭാരത്താൽ വലയുന്നുണ്ടായിരിക്കും, ജപ്തി നോട്ടീസ് നിന്റെ കരങ്ങളിലിരുന്ന് പിടയ്ക്കുന്നുണ്ടായിരിക്കും. പ്രിയമുള്ള സഹോദര സഹോദരി, നിന്നെ അനുഗ്രഹിക്കുവാനായി ഇതെല്ലാം തിരിച്ചറിയുന്ന ദൈവം ഈ രാത്രിയിൽ നിന്നെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. നിന്റെ ചുറ്റും അനേകർ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുമ്പോൾ നീ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. You are the chosen one to receive the blessing of the Lord Jesus. അതെ, ഈ രാത്രിയിൽ അനുഗ്രഹം പ്രാപിക്കുവാനായി സർവശക്തനായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്
നാം ഓരോരുത്തരും ഹല്ലേലൂയ ഹല്ലേലൂയ. സാധ്യതകൾ ചിലപ്പോൾ അകലെയായിരിക്കും. മാനുഷികമായ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടായിരിക്കും. ദൈവത്തിനൊന്നും അസാധ്യമല്ല, അവനെല്ലാം സാധ്യമാണ്. വിശുദ്ധ പൗലോസ്ലീഹ അവന്റെ ജീവിതത്തിലെ പ്രലോഭനമാകുന്ന ഒരു മുള്ളു മാറുവാനായിട്ട് പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ മുള്ള എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണമേ. കർത്താവ് 1 കൊരിന്ത്യോസ് 12:9 പ്രകാരം അവനോട് 2 കൊരിന്ത്യോസ് 12:9 പ്രകാരം അവനോട് പൗലോസ്ലീഹ ഇപ്രകാരം പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. നീ രോഗിയായിരിക്കുന്നതുകൊണ്ടാണ് നീ സൗഖ്യം പ്രാപിക്കുവാൻ പോകുന്നത്. നീ തകർക്കപ്പെട്ടവനായതുകൊണ്ടാണ് കർത്താവ് നിന്നെ പുനരുദ്ധരിക്കുവാനായിട്ട് പോകുന്നത്. നീ ഒറ്റപ്പെടുത്തപ്പെട്ടവനായിട്ട് കർത്താവ് നിന്നെ കൂട്ടിച്ചേർക്കാനായിട്ട് പോകുന്നത്. നീ പരീക്ഷയിൽ പരാജയപ്പെടുന്നത് കൊണ്ടാണ് നിന്നെ വിജയിപ്പിക്കുവാനായിട്ട് പോകുന്നത്. നിന്റെ മക്കൾ അനുസരണക്കേട് കാണിക്കുന്നതുകൊണ്ടാണ് അവരെ അനുസരണത്തിന്റെ വഴിയിലേക്ക് കർത്താവ് നയിക്കുന്നത്. പ്രിയമുള്ള സഹോദര സഹോദരി, ഈ രാത്രി നിന്റെ അനുഗ്രഹത്തിന്റെ രാത്രിയാണ്. ഈ രാത്രി ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന രാത്രിയാ. ദൈവം തന്റെ കൃപയാൽ നിന്നെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ശക്തിയാലല്ല, ദൈവം തന്റെ കൃപയാൽ. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 15:11 അവരെ പോലെ നാമും രക്ഷ പ്രാപിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയാലാണെന്ന് നാം വിശ്വസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയാൽ, by the mighty grace of Jesus, we are going to bless. നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ പോകുന്നത് ജീവിക്കുന്നവനായ ദൈവത്തിന്റെ കൃപയാൽ. അതെ, അവൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. സ്നേഹവാനായ പിതാവ്, കരുണയുടെ സാഗരമായ പുത്രൻ, നിത്യസഹായകനായ പരിശുദ്ധാത്മാവ്, അവന്റെ കൃപയാൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് പോകുന്നു. ഹൃദയത്തെ ഉയർത്താം, ഭാരങ്ങളെ ഉയർത്താം, ആവശ്യങ്ങളെ ഉയർത്താം, കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. We glorifying you, Lord Jesus. We adore you, Lord Jesus. Hallelujah, 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 hallelujah. യേശുവേ, കർത്താവിനെ, കൃപയുടെ നിറകുടമായ കർത്താവിനെ, കരുണയുടെ സാഗരമായവനെ, പരമപരിശുദ്ധനായവനെ പാട്ടുപാടി വാഴ്ത്തി ആരാധിക്കാം. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കൂടെ ആരാധിച്ചു പാടാം. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട്
തിരുകൃപ തിരുകൃപ മതി എനിക്ക് ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക് എന്റെ ജീവിതയാത്രയിൽ ഭാരങ്ങളേറി വരുമ്പോൾ തളരാതെ ഓടിയിടുവാൻ കർത്താവേ അങ്ങയുടെ കൃപ എനിക്ക് തരണമേ. യെശയ്യാ 52:12 നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും, ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. എന്റെ ദൈവമേ, എന്റെ മുൻപിലും പിൻപിലും നടന്ന് നയിക്കുവാനായിട്ട് കടന്നു വരണമേ. ഭാരങ്ങളേറി വരുമ്പോ ഭാരങ്ങളേറിടുമ്പോ തളരാതെ ഓടുവാ തളരാതെ ഓടിടുവാ നിന്റെ കൃപ മാത്രം തിരുകൃപ മതി എനിക്ക് ഹല്ലേലൂയ. യേശുവേ ഉയർത്തിപ്പാടാ മക്കളെ. ലോകത്തെ വെറുക്കുവാൻ, പാപത്തെ ജയിക്കുവാൻ, ശത്രുവിനോട് എതിർക്കുവാൻ കർത്താവേ കൃപ ചൊരിയണമേ. യോഹന്നാൻ 16:33 ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവീൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ലോകത്തെ കീഴടക്കി ജയിച്ച കർത്താവേ കൂടെ ആയിരിക്കണമേ. ഹല്ലേലൂയ. പാപത്തെ ജയിക്കുവാൻ, ശത്രുവിനോട് എതിർക്കുവാൻ, തിരുകൃപ മതി എനിക്ക് ഹല്ലേലൂയ. യേശുവേ
കൃപ പകരട്ടെ. കരങ്ങൾ ഉയർത്തി കടന്നു വരണമേ. ഈ മരുയാത്രയിൽ എന്റെ രോഗങ്ങളിൽ, എന്റെ വേദനകളിൽ, എന്റെ പീഡനങ്ങളിൽ, എന്റെ പരിത്യക്താവസ്ഥയിൽ, എന്റെ ദാരിദ്ര്യത്തിൽ, എന്റെ കടഭാരത്തിൽ, എന്റെ ജോലിയില്ലായ്മയിൽ, എനിക്ക് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയിൽ, കർത്താവേ എന്റെ പരാജയങ്ങളിൽ പുനരുദ്ധാരണമായി കടന്നു വരണമേ. എന്നെ വീണ്ടെടുക്കണമേ കർത്താവേ. എന്റെ കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ. എനിക്ക് ഭവനമുണ്ടാകട്ടെ കർത്താവേ. ഹല്ലേലൂയ. എല്ലാവരും എന്നെ വെറുക്കുന്ന കർത്താവേ, നിന്റെ സ്നേഹം മറ്റുള്ളവർ കാണുവാൻ തക്കവണ്ണം ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. എന്റെ കർത്താവേ, എന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമേ, ഈ മരുഭൂമി യാത്രയിൽ നിന്റെ കൃപയാൽ എന്നെ നയിക്കുന്നവനായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. You are the Lord, you are the Master, you are the Shepherd, you are the Provider. Hallelujah. ദൈവം സർവശക്തനാണ്. അവന്റെ കൃപയാൽ അവൻ നമ്മളെ വീണ്ടെടുക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ബലഹീനതകൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. നമ്മുടെ പോരായ്മകൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. പലപ്പോഴും നാം തളർന്നു പോകും.
നമ്മളിൽ ആശ്രയിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പരാജയപ്പെടും. അതിനാണ് ദൈവം പറഞ്ഞത്, നിങ്ങളോടൊപ്പം ചിരകാലം വസിക്കുവാനായി ഞാൻ സഹായകനെ അയക്കും. യോഹന്നാൻ 14:16. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഹല്ലേലൂയ. എന്നെന്നും നമ്മളോടൊപ്പം ആയിരിക്കുവാൻ നമുക്കൊരു സഹായകനെ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനം 1:8. നമ്മളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ അവന്റെ കൃപയുടെ സമൃദ്ധിയാൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും. എന്റെ ജീവിതത്തിന്റെ തകർച്ചകളിൽ നിന്നും കരേറുവാൻ എനിക്ക് സാധിക്കും. ഞാൻ വിജയിയായി മാറും, അനുഗ്രഹിക്കപ്പെട്ടവനാകും. എന്റെ ജീവിതത്തിലെ തകർച്ചകളെ മാറ്റിക്കളഞ്ഞുകൊണ്ട്, കടഭാരങ്ങളെ മാറ്റിക്കളഞ്ഞുകൊണ്ട്, രോഗങ്ങളിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹത്തിന്റെ മകനും മകളുമായി ഞാനിതാ മാറുവാനായിട്ട് പോകുന്നു. അതാണ് സഹായകൻ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത്. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം പോലെ അയക്കണമേ. റൂഹായാകുന്ന കാറ്റ് കടന്നു വരട്ടെ. അഗ്നിയായി, ജീവനായി, ജ്വാലയായി, ശക്തിയായി ആത്മാവേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. കരങ്ങൾ അടിച്ച് ഉണർവോടുകൂടി ശരീരമൊക്കെ ഒന്ന് ഇളക്കി അനക്കിക്കൊണ്ട് നമുക്ക് പാടാം. നമ്മുടെ സന്ധിബന്ധങ്ങളിലെ എല്ലാ അവസ്ഥകളിലേക്കും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. വലിയൊരു സൗഖ്യമായി, ഹൃദയത്തിന്റെ ആനന്ദത്തിലേക്ക് കർത്താവ് കടന്നു വരട്ടെ. വലിയൊരു സൗഖ്യമായി, വിടുതലായി ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രിയാക്കി പരിശുദ്ധാത്മാവിന്റെ വിടുതൽ പ്രാപിക്കുന്ന മക്കളായി വലിയൊരു സന്തോഷത്തിന്റെ ഉടമകളായിട്ട് ഇവിടെ നമുക്ക് പോകാനായിട്ട് സാധിക്കണം. നൃത്തം ചെയ്ത് ആനന്ദത്തോടുകൂടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് കരങ്ങളടിച്ച് നമുക്ക് പാടാം. പാവന റൂഹായേ നിത്യ സഹായക. കരങ്ങളടിക്കാം, നന്നായി കരങ്ങളടിക്കാം. ശരീരമൊക്കെ ഇളക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുവശത്തെ കരങ്ങളടിക്കാം. ഉണർവോടെ ഇളകട്ടെ, ശരീരം ഇളകട്ടെ. പാവന റൂഹായേ നിത്യസഹായക, അഗ്നിയായി, ജ്വാലയായി, ജീവനായി, സൗഖ്യമായി പറന്നിറങ്ങണമേ. വന്നു വസിച്ചിടണേ. പാവന റൂഹായേ നിത്യസഹായക, അഗ്നിയായി, ജ്വാലയായി, ജീവനായി, സൗഖ്യമായി പറന്നിറങ്ങണമേ. വന്നു വസിച്ചിടണേ. നിത്യസഹായക, വേഗം പറന്നിറങ്ങണമേ. ശക്തിയായി, സിദ്ധിയായി, മുക്തിയായി വന്നെന്നെ സ്വന്തമാക്കിടണേ. എന്നെ സ്വന്തമാക്കിടണേ. ഉൽപ്പത്തി 1-2 ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. അന്ധകാരത്തിന് മുകളിൽ ചലിച്ച പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. നമ്മളെ ജീവിപ്പിക്കുവാൻ, പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റുവാൻ, അതെ, എന്നെ അനുഗ്രഹിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ശരീരമിളക്കി
ആദിയിലെ ഇരുളില ചലിച്ചൊരു ദൈവമേ, ആരംഭത്തിൻ കാരണമായൊരു ദൈവമേ, കാറ്റായി മഴയായി മിന്നലൊളി വെട്ടമായി വഴി തെളിച്ചനുദിനം നയിച്ചവനേ. പ്രവർത്തനം 1:8 ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സാക്ഷിയാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. സാക്ഷിയാവുന്നത് അവന്റെ കൃപയാലാണ്. എഫേസോസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനം. കർത്താവേ, അങ്ങയുടെ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ, കൃപയുടെ ശുശ്രൂഷകരാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ശരീരമിളക്കി വേദസാക്ഷ്യമേകിട ജനമനമിളക്കി, കൃപ വഴി വിശ്വാസത്തിൻ രക്ഷയുമേകി, വരമായി ഫലമായി ദാനങ്ങളിഴുമായി ലോകത്തിനടയാളമേകിടുന്നോരേ. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 9-ാം തിരുവചനം. ഭൂമിയിൽ തീയിടുവാനാണ് ഞാൻ വന്നത്, അത് ഇതിനോടകം കത്തിച്ചൊരിച്ചിരുന്നെങ്കിൽ. കർത്താവിന്റെ അഗ്നി ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങാനായിട്ട് കർത്താവെ അനുവദിക്കണമേ. ലോകം മുഴുവനും സുവിശേഷത്തിന്റെ അഗ്നിയാൽ ജ്വലിപ്പിക്കുവാൻ, ആത്മാവിനാൽ ജ്വലിക്കുവാൻ, ദൈവമക്കളെ ജ്വലിപ്പിക്കുവാൻ പുതിയൊരു അഭിഷേകം ഈ രാത്രി എനിക്ക് പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഭൂമികയിൽ വീടുവാൻ വന്നവനാം ദൈവമേ, ഭൂമുഖത്തിൻ ജ്വാലയാകും സത്യജീവനാത്മനെ, വചനമജീവന സാക്ഷ്യമായി തീരുവാൻ ജനിച്ചിടട്ടായിരങ്ങൾ നിത്യസത്യമോദിടാം. ജീവനായി സൗഖ്യമായി പറന്നിറങ്ങണമേ, വന്നു വസിച്ചിടണേ.
സ്വന്തമാക്കിടണേ. പാവന റൂഹായേ നിത്യസഹായക, അഗ്നിയായി ജ്വാലയായി ജീവനായി സൗഖ്യമായി നിറങ്ങണേ.